തൈറോയിഡ് രോഗി ജീവിതകാലം മുഴുവനും മരുന്ന് കുടിക്കേണ്ട ഒരവസ്ഥ ഉണ്ടോ? നമുക്ക് പരിശോധിക്കാം. ആദ്യമായിട്ട് തൈറോയിഡ് രോഗികളിൽ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു അസുഖമാണ് ഹൈപ്പോ തൈറോയിഡിസം. ഈ ഹൈപ്പോ തൈറോയിഡിസത്തിന് സാധാരണയായി കാണപ്പെടുന്ന ലക്ഷണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തത്, കഴുത്തിൻ്റെ ഭാഗത്ത് നീർക്കെട്ട് അതല്ലെങ്കിൽ മുഴ പോലെ കാണപ്പെടുക. ഇത്തരം രോഗികളിൽ അമിതമായ ക്ഷീണവും അതുപോലെ പെട്ടെന്ന് വണ്ണം വെക്കുന്ന അവസ്ഥയും കാണാറുണ്ട്. മുടി കൊഴിച്ചിൽ, ശരീരത്തിന് നീർക്കെട്ട് പോലെ വന്ന പോലെ തോന്നുക, അതുപോലെ മസിൽസ് ജോയിന്റുകൾക്കൊക്കെ വേദന, കടച്ചിൽ അനുഭവപ്പെടുക, ശരീരം വരണ്ട ചർമ്മം പോലെ കാണപ്പെടുക, തണുപ്പ് സഹിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, സ്ത്രീകളിൽ ക്രമം തെറ്റിയ പീരീഡ്സ് കാണപ്പെടുക, കൂടുതലായിട്ട് ബ്ലീഡിങ് ഉണ്ടാവുക. ഇത്തരം ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ പേഷ്യൻറ്റിന് ആദ്യമായിട്ട് ചെയ്യേണ്ടത് തൈറോയിഡിൻ്റെ ഫങ്ഷൻ ടെസ്റ്റ് ആയിട്ടുള്ള TFT ആണ് ചെയ്യേണ്ടത്. അത് ചെയ്യുന്നതിലൂടെ നമുക്ക് തൈറോയിഡ് ഹോർമോൺസ് കുറഞ്ഞു നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ കൂടി നിൽക്കുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് തുടക്കത്തിലേ നമ്മൾ കാണുകയാണെങ്കിൽ ഹോമിയോപ്പതി ചികിത്സ ചെയ്യുന്നതിലൂടെ ആ രോഗിയുടെ തൈറോയിഡ് ഗ്രന്ഥി, തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ തോത് കൂട്ടി കൊണ്ടുവരാൻ നമ്മുടെ ഹോമിയോ മരുന്ന് കൊണ്ട് സാധിക്കും. അത് സാധിക്കുന്നത് വഴി നമുക്ക് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി നോർമൽ അവസ്ഥയിലോട്ട് എപ്പോൾ തിരിച്ചെത്തുന്നോ ആ സമയത്ത് നമുക്ക് മരുന്ന് പൂർണ്ണമായിട്ട് നിർത്താനും തുടർന്ന് നിങ്ങളുടെ തന്നെ തൈറോയിഡ് ഗ്രന്ഥി ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പ്രാപ്തമാവുന്ന ഒരവസ്ഥ ഹോമിയോപ്പതി മരുന്ന് കൊണ്ട് നമുക്ക് സാധിക്കും. എന്നാൽ മറ്റ് മരുന്നുകൾ നമ്മൾ ജീവിതകാലം മുഴുവനും കഴിക്കുകയും അതുവഴി നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി വീണ്ടും തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാത്ത അവസ്ഥയിലോട്ടാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ തൈറോയിഡ് രോഗികൾ വളരെ പെട്ടെന്ന് അവരുടെ തൈറോയിഡ് രോഗം ഇന്നതാണ് എന്ന് കണ്ടെത്തുകയും ബുദ്ധിമുട്ടില്ലാത്ത തൈറോയിഡ് രോഗങ്ങളാണെങ്കിൽ നിങ്ങളൊരു ഹോമിയോ ഡോക്ടറെ കാണുകയും അവരുടെ നിന്ന് കൃത്യമായി മരുന്ന് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ട ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്കും ഒരു മുക്തി ലഭിക്കുന്നതാണ്.